സാബു ജേക്കബ് അഖിൽമാരാരെ ചതിച്ചു, അഖിൽമാരാരുടെ വരുമാനങ്ങളെല്ലാം നിലച്ചു എന്ന് പറഞ്ഞ് പുതിയ പ്രസ്താവനയുമായിട്ട് അഖിൽമാരാർ വന്നിട്ടുണ്ട്. ഈ അഖിൽമാരാർ ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ കാണുന്ന സമയത്ത് പുള്ളി ഈ ചാനൽ ചർച്ചകളിലൊക്കെ അതിഗംഭീരമായിട്ട് സംസാരിക്കുന്ന ഒരു ആളായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പുള്ളിയുടെ സംസാരങ്ങൾ കാണാനും. അതിനുശേഷം പുള്ളി ബിഗ് ബോസിൽ വന്നപ്പോഴും എനിക്ക് പുള്ളിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ബിഗ് ബോസിലൂടെയൊക്കെയാണ് പുള്ളിക്ക് അത്രയധികം പിന്തുണ കിട്ടിയത്. കാരണം ബിഗ് ബോസ് പോലൊരു ഷോയൊക്കെയാണ് എല്ലാവരും കാണുന്ന ഒരു ഷോയാണ്. ഒത്തിരി ഫാമിലീസ് ആണെങ്കിലും എല്ലാവരും കാണുന്ന ഒരു ഷോയാണ്. അപ്പോൾ ബിഗ് ബോസിൽ വിന്നറായി അങ്ങനെ ഒരു സാധാരണ രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന അഖിൽമാരാർ ബിഗ് ബോസ് വിന്നറായി, ഒരു സിനിമ സംവിധാനം ചെയ്തു, അങ്ങനെ ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ബിഗ് ബോസിന് ശേഷവും ഒത്തിരി അധികം ഉദ്ഘാടനങ്ങളും പരിപാടികളും അതിനുശേഷം സിനിമ, അങ്ങനെ പുള്ളിയുടെ കരിയർ ഉയരത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് അവസാനമായിട്ട് പുള്ളി ചെയ്ത പരിപാടിക്കാണ് പുള്ളിക്ക് പ്രശ്നം പറ്റിയത്. പുള്ളിയുടെ രാഷ്ട്രീയ ജീവിതത്തെപ്പറ്റി പുള്ളി പല ഇൻ്റർവ്യൂകളും പറഞ്ഞിട്ടുണ്ട്. അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനായി പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബി ജെ പി പാർട്ടിയിലും പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പുള്ളി ഒഴിവാക്കി. അതായത് പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളും എല്ലാം കണ്ട് പുള്ളി തന്നെ പാർട്ടി ഒഴിവാക്കി പോയി എന്നാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. ബി ജെ പിയുടെ വർഗീയത എന്നുള്ള എലിമെൻറ്റ് മാറ്റി വച്ചു കഴിഞ്ഞാൽ ബി ജെ പി എന്ന പാർട്ടി ഒരു നല്ല പാർട്ടിയാണെന്നൊക്കെയാണ് പുള്ളി ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ പുള്ളി അവസാനം ചെയ്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി ഇലക്ഷനിൽ മത്സരിച്ചു. അത് ബി ജെ പി സ്ഥാനാർത്ഥിയായി. അതോടുകൂടി പുള്ളിക്ക് ഉണ്ടായിരുന്ന ആളുകളുടെ ഇഷ്ടം, ആളുകൾക്ക് പുള്ളിയോടുള്ള ഇഷ്ടം അത് പതിയെ പൊഴിഞ്ഞുപോയി. ഇലക്ഷനിൽ തോറ്റ് നാണം കെടുകയും ചെയ്തു. അതുപോലെ ആളുകൾ മൊത്തത്തിൽ അഖിൽമാരാരെ വെറുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. ഈ ഇലക്ഷനിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി പുള്ളി മത്സരിച്ചത് പുള്ളിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു തെറ്റായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം പുള്ളിയുടെ ജനപിന്തുണ പോയി. അതുപോലെ തന്നെ എന്ത് പറ്റി, ഉദ്ഘാടനങ്ങൾക്കൊന്നും ആരും വിളിക്കാറായി. ഈ ഇലക്ഷന് പങ്കെടുത്തിട്ട് പുള്ളിക്ക് വലിയ മെച്ചമുണ്ടായില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇലക്ഷനിൽ ദയനീയമായി പരാജയപ്പെട്ടു. ആളുകളുടെ മൊത്തം വെറുപ്പ്, സോഷ്യൽ മീഡിയയിലൂടെയുള്ള അറ്റാക്കിങ്, ഇത് ഒക്കെ പോരാഞ്ഞിട്ട് സാമ്പത്തികമായിട്ടുള്ളൊരു ഉയർച്ചയും പുള്ളിക്ക് ഈ ഇലക്ഷനിലൂടെ കിട്ടിയില്ല. മൊത്തത്തിൽ പുള്ളി വളരെ ഒരു മോശം അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ആള് ഉള്ള കാര്യം പറഞ്ഞുകൊണ്ട് മീഡിയയ്ക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അഖിൽമാരാർ. ശരിക്കും പുള്ളി അവസാനം ബി ജെ പിയിലേക്കൊക്കെ പോയി എന്ന് പറഞ്ഞപ്പോഴാണ് നമുക്കൊരു ചെറിയൊരു ഇഷ്ടക്കുറവ് വന്നത്. കാരണം എന്നുണ്ടെങ്കിൽ പുള്ളി ഒരു മതേതരത്വവാദിയായിരുന്നു. പുള്ളിയുടെ സംസാരങ്ങളിലൊക്കെ പുള്ളി പറഞ്ഞിട്ടുള്ളത്, പുള്ളിയുടെ സംസാരങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ അഖിൽമാരാർ ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ നിലപാടുകളിലുള്ള ചാഞ്ചാട്ടം, ബി ജെ പിയെ പുള്ളി ഒരു കാലത്ത് തള്ളിപ്പറഞ്ഞിട്ട് ഈ ബി ജെ പി പാർട്ടിയിൽ തന്നെ പോയി പുള്ളി മത്സരിക്കാൻ ശ്രമിച്ചു. അതായത് സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അഖിൽമാരാർ ബി ജെ പിയിൽ പോയി മത്സരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വന്നതിൻ്റെ തിരിച്ചടിയാണ് ഇപ്പോൾ അഖിൽമാരാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളിയുടെ അനുഭവം പുള്ളി ഇപ്പോൾ മീഡിയയ്ക്ക് മുമ്പിൽ പറഞ്ഞു. പുള്ളിയുടെ അച്ഛന് ക്യാൻസറാണ്. ഇപ്പോൾ പുള്ളിയുടെ വരുമാനങ്ങളൊക്കെ നിലച്ചു. ഇപ്പോൾ ഏഷ്യാനെറ്റിൽ നിന്ന് ചെയ്യുന്ന ഏതോ ഒരു ഷോ നിന്നുള്ള വരുമാനം മാത്രമാണ് ആൾക്കുള്ളൂ. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി ജെ പിയിലേക്ക് പോയതോടുകൂടി ആളുകളുടെ ഒരു ഇഷ്ടം പുള്ളിയിൽ നിന്ന് പോയി. കാരണം ബി ജെ പി ഒരു വർഗീയ പാർട്ടിയാണല്ലോ. അപ്പോൾ വർഗീയത എന്ന് പറയുന്ന സംഭവം ആരും ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇത് ബി ജെ പി തന്നെയല്ല, എല്ലാ മതത്തിലെ വർഗീയ പാർട്ടികളെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു വർഗീയ പാർട്ടിയിൽ പോയി പ്രവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ്
ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയധികം ഫേമസ് ആയിട്ടുള്ള ഒരാൾക്ക് ഇപ്പോൾ ഈ അവസ്ഥ വന്നിരിക്കുകയാണ്. ഇനി എന്ത് പറ്റുമെന്നുള്ള കാര്യം അറിയില്ല. പുള്ളി ഒരു സിനിമ ഇറക്കി, സിനിമ ദയനീയമായി പരാജയപ്പെട്ടു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ അഖിൽമാരാരുടെ അവസ്ഥ. എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. ആള് തെറ്റുകളൊക്കെ തിരുത്തി വീണ്ടും നല്ല രീതിയിൽ ഷോകളായിട്ടും സിനിമകളൊക്കെ ആയിട്ടും ജീവിതത്തിൽ മുന്നേറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. പുതിയ ചാനലാണ്, അപ്പോൾ സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യും. അപ്പോൾ ശരി, വേറൊന്നുമില്ല. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.